ആർഎംപി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി പി.കെ. കുഞ്ഞനന്തന് ജയിലിൽ സുഖമായി കിടന്നുകൂടെയെന്ന് ഹൈക്കോടതി. ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കുഞ്ഞനന്തൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ ചോദ്യം. കുഞ്ഞനന്തന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് കാണിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. കുഞ്ഞനന്തന് നടക്കാൻ പോലും പറ്റില്ലെന്ന് അഭിഭാഷകൻ വാദിച്ചിരുന്നു. 7 വർഷവും ജയിലിലാണോ കിടന്നതെന്ന് ചോദിച്ച കോടതി രേഖകളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ കിടന്നിട്ടേയില്ല എന്നാണല്ലോ കാണുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു. എത്ര നാൾ പരോൾ കിട്ടിയെന്ന് ചോദിച്ച കോടതി ജയിലിൽ നിരവധി തടവ് പുള്ളികൾ ഉണ്ടല്ലോ, നടക്കാൻ വയ്യ എന്നൊന്നും പ്രശ്നമല്ലെന്നും നിരീക്ഷിച്ചു. എന്താണ് ശാരീരിക പ്രശ്നമെന്ന് കൃത്യമായി അറിയണമെന്ന് വിശദമാക്കിയ കോടതി കേസ് പരിഗണിക്കുന്നത് ഈ മാസം 8 മാറ്റിവെച്ചു. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി.കെ. കുഞ്ഞനന്തൻ 2014 ജനുവരിയിലാണ് ടി.പി. വധക്കേസിൽ ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായത്. എന്നാൽ 4 വർഷം തടവ് പൂർത്തിയാകുമ്പോൾ കുഞ്ഞനന്തൻ 389 ദിവസം പരോളിലാണെന്ന് ജയിൽ രേഖകൾ തന്നെ പറയുന്നുണ്ട്. എന്നാൽ നിയമപ്രകാരമുള്ള പരോൾ മാത്രമാണ് കുഞ്ഞനന്തന് നൽകിയിട്ടുള്ളതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. 2012 മെയ് 4 രാത്രി 10:15 വടകര ഒഞ്ചിയം വള്ളിക്കാട് വെച്ച് ആർഎംപി നേതാവ് ടി.പി. ചന്ദ്രശേഖരൻ വെട്ടേറ്റ് മരിച്ചത്. ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ചന്ദ്രശേഖരനെ ഇന്നോവ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും ഇവർക്ക് നേരെ ബോംബെറിഞ്ഞ അക്രമികൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കേരള രാഷ്ട്രീയത്തിലും CPM-ലും വൻ കോളിളക്കമുണ്ടാക്കിയ രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി.പി.യുടേത്. കൊലപാതകത്തെ തുടർന്ന് പാർട്ടിക്കുള്ളിലും പുറത്തും പ്രതിസ്ഥാനത്തായിരുന്നു CPM. പാർട്ടി നേതൃത്വത്തിനെതിരായ VS അച്യുതാനന്ദൻ സ്വീകരിച്ച പരസ്യ നിലപാടുകളും പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഏറാമല പഞ്ചായത്ത് ഭരണം സംഭവിച്ച വിഷയങ്ങളെ തുടർന്നുണ്ടായ പൊട്ടിത്തെറിക്കൊടുവിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ CPM വിട്ട് വിമത പ്രവർത്തനം ആരംഭിക്കുന്നത്. വടകരയിലെ വിമതർ ടി.പി.യുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും പാർട്ടി കരുതിയതിലും സ്വാധീനം മേഖലയിൽ അവർ സൃഷ്ടിക്കുകയും ചെയ്തതോടെയാണ് ടി.പി. പാർട്ടിയുടെ കണ്ണിലെ കരടായി മാറിയത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച ടി.പി. 23,000-ഓളം വോട്ടുകൾ പിടിച്ചത് CPM-ന് തിരിച്ചടിയാവുകയും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. മേഖലയിൽ അടിക്കടിയുണ്ടായ ആർഎംപി CPM സംഘർഷങ്ങൾ കൂടിയായതോടെ ചന്ദ്രശേഖരനോടും ആർഎംപിയോടുമുള്ള CPIM വൈര്യം വർദ്ധിച്ചു. ഇത്തരമൊരു സംഘർഷത്തിനിടെ പാർട്ടി നേതാവ് P. മോഹനന് മർദ്ദനമേറ്റതോടെ ടി.പി.യെ ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിലേക്ക് CPM എത്തിയതായി ടി.പി. വധക്കേസിന്റെ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു. വടകര തലശ്ശേരി മേഖലയിലെ നേതാക്കളുടെ അറിവോടുകൂടി കൊടിസുനിയും സംഘവുമാണ് ടി.പി.യെ വെട്ടിക്കൊന്നത്. വിമത നേതാവായ ടി.പി.യുടെ കൊലപാതകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. 51 വെട്ടേറ്റ ടി.പി. ചന്ദ്രശേഖരന്റെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വികൃതമാക്കിയാണ് കൊലയാളികൾ പക തീർത്തത്. കേസിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ അന്നത്തെ UDF സർക്കാർ ക്രൈംബ്രാഞ്ച് ADGP വിൽസൺ M. പോളിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘത്തെ വളരെ പെട്ടെന്ന് കേസ് അന്വേഷണത്തിനായി നിയോഗിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.